ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ഡേ 4 ഇൻ തായ്ലാൻഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ലൊരു പടി കിട്ടി. നല്ല നാടൻ ദോശയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും കാണാണ്ട് വേറെ എന്തൊക്കെയൊക്കെയോ ഫുഡാണ് കഴിച്ചത്. അങ്ങനെ ഇപ്പം ബസ്സിൽ കയറിയിരുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ ബുദ്ധ ടെമ്പിളിൽ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ മണിയൊക്കെ അടിച്ചിട്ട് വേണം ഇങ്ങനെ അകത്തോട്ട് കയറാനായിട്ട്. അപ്പം അസ്ലമും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഈ മാർബിൾ ബുദ്ധ ടെമ്പിൾ. തായ്ലൻഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, കൂടുതലും ഈ ബുദ്ധമതക്കാരാണുള്ളത്. സോ അപ്പോൾ അവിടെ കൂടുതലും ഈ ബുദ്ധന്മാരുടെ ടെമ്പിൾസാണുള്ളത്. ഇത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ടെമ്പിളായിരുന്നു. ലൈക്ക് എന്താ പറയുക, അത്ര ഒരു വൈബായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു നല്ല സൂപ്പർ ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് ടൈമാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് നല്ല രസമുണ്ട് പ്ലേ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ആ സൗണ്ട് ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് നമുക്ക് കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ കയറി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആക്ച്വലി ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഗൈഡാണ് രത്ന. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് ക്രൂസിലാണ്, ക്രൂസ് ഷിപ്പ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത്. നല്ല കുറേ അധികം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഞാനിപ്പോൾ ഇത്ര പെട്ടെന്നൊന്നും അങ്ങനെ ലൈക്ക് ഒരു ഷിപ്പിലൊക്കെ കയറുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഫുള്ളൊരു അടിച്ചു പൊളിയായിരുന്നു. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടോ. അങ്ങനെ ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ.